السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്തും സന്ദർഭത്തിലും ഈ ഒരു മുറ്റത്ത് ഞാൻ നിങ്ങളും ഒരുമിച്ചു ചേർന്നിരിക്കുന്ന ഈ ഇരുത്തം
നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്തിനെ കുറിച്ചാണ് ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് പടച്ചറബ് നമുക്ക് തന്ന ആ നിഅമത്ത്? നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്തുകൾ നിരവധി അനവധിയാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ചിന്തിക്കുമ്പോൾ അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ നമുക്ക് കൃത്യമായി ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ രൂപത്തിൽ പടച്ച റബ്ബ് നമുക്ക് തന്ന ഒരു വലിയ നിഅമത്ത് നമ്മെ സംസ്കരിക്കാൻ ഒരു പ്രവാചകനെ നമുക്ക് നൽകി എന്നതാണ് ആ നിഅമത്ത്. അതാണ് ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മേൽ അനുഗ്രഹമായി ഇറക്കി. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് അയച്ചു എന്നത്. അപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നത് ലോകാന്ത്യം വരെ ജീവിക്കുന്ന സർവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും. കാരണം മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. അതുകൊണ്ട് ഇനി ലോകത്തിന്റെ അവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പടച്ച റബ്ബ് നൽകിയ ഒരു നിഅമത്ത്, അത് ഇനി ആരൊക്കെ ജനിക്കാനുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിഅമത്താണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ 25 പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം. അതിനപ്പുറവും നിരവധി പ്രവാചകന്മാർ വന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കില്ലാത്ത ഒരുപാട് മഹത്വങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് ഇഹത്തിലും പരത്തിലുമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ പ്രവാചകന്റെ അനുയായികളായി ഈ ലോകത്ത് ഞാനും നിങ്ങളും മാറുന്നു എന്നത്, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികളായി പടച്ച റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകിയ വലിയ നിഅമത്തായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൗറാത്തിലും ഇൻജീലിലുമെല്ലാം മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. മഹാനായ ഈസ നബി അലൈഹിസ്സലാമയെ പടച്ച റബ്ബ് അവനിലേക്ക് ഉയർത്തിയതിന്റെ കാരണങ്ങൾ പറയുന്നിടത്തു തന്നെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചു എന്നതാണ്. എന്താണ്? അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഉമ്മത്തിലെ ഒരംഗമായി എന്നെ നീ മാറ്റണമേ. അദ്ദേഹത്തിന്റെ ഉമ്മത്തിലെ ഒരു മെമ്പറായി ജനിക്കാൻ സാധിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്. അത്തരത്തിലുള്ള ഒരു നിഅമത്ത് എനിക്കു നീ നൽകണേ എന്ന് ഈസ നബി അലൈഹിസ്സലാമ പ്രാർത്ഥിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹത്തെ റബ്ബിലേക്ക് ഉയർത്തിയതിന്റെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ചൊരിഞ്ഞു തന്ന വലിയ ഒരു നിഅമത്താണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി ഇവിടെ നമുക്ക് പിറക്കാനും ജീവിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കണമല്ലോ. അല്ലാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹത്തിനും പടച്ച റബ്ബ് നന്ദി കാണിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്ങനെ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതകള് നിർവഹിച്ചുകൊണ്ടാണ് ആ നന്ദി നമ്മൾ കാണിക്കേണ്ടത്. അല്ലാഹു തന്ന ഏത് നിഅമത്തിനും നന്ദി കാണിക്കണം. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്കാണ് നമ്മുടെ ഓരോ കാൽപാദങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ആ ഹിസാബിന്റെ ലോകത്തേക്കുള്ള യാത്രയാണ്. ثم لتسألن يومئذ عن النعيم. ഏത് നിഅമത്തിനെ കുറിച്ചും അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ നാം കൃത്യമായി പൂർത്തീകരിക്കുക, നിറവേറ്റുക എന്നതാണ് ഈ ഉമ്മത്തിലെ ഒരു മെമ്പറായി പിറന്നതിനുള്ള ആ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകിയതിന് നാം നന്ദി കാണിക്കേണ്ട രൂപം. എന്തൊക്കെയാണ് ബാധ്യതകൾ? ആ ബാധ്യതകളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ബാധ്യതയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിശ്വാസി നിർവഹിക്കേണ്ട, പാലിക്കേണ്ടതായ ബാധ്യതകളുണ്ടോ, ആ ബാധ്യതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. എല്ലാ ബാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഹുബ്ബുർ റസൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കൽ അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനയാണ് എന്ന് കൃത്യമായി നമുക്കൊക്കെ ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറത്ത് സ്വാഭാവികമായും ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി തിരിച്ച് നമ്മയും സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക, അല്ലേ? മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക. നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവർ തിരിച്ച് നമ്മയും സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിൽ വിശ്വസിച്ച ആളുകളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടുത്തെ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടെയുള്ള സ്വഹാബത്തിനെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബികളാകുന്ന വിശ്വാസികളോട് അവിടുന്ന് കാണിച്ച സ്നേഹം മാത്രമല്ല, അവിടുത്തെ സമുദായത്തെയാണ് അവിടുന്ന് സ്നേഹിച്ചത്. അഥവാ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നത് വരെ ഈ ഉമ്മത്തിൽ ആരൊക്കെ മെമ്പർമാരായി വരുന്നുവോ അവരെയെല്ലാം ആ റസൂല് സ്നേഹിച്ചു. നോക്കൂ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റും സ്വഹാബത്ത് ഉണ്ടായിരിക്കെ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുന്നു. എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് സ്വഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്, ഞങ്ങളിതാ അങ്ങയുടെ കൂടെ തന്നെയുണ്ടല്ലോ എന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറയുമ്പോ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്താണ്? ഖാല അൻതും സ്വഹാബി. നിങ്ങൾ എന്റെ സ്വഹാബത്തല്ലേ. വഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദു. സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ശേഷം വരുന്ന ആളുകളെ കുറിച്ചാണ്. ഈ ഉമ്മത്തിൽ ഞാൻ കാണാതെ, എന്നെ കാണാതെ, എന്നിൽ വിശ്വസിച്ച് ഞാൻ പറഞ്ഞ അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർത്ത് ജീവിച്ചു മരിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെയാണ് ഞാൻ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്. അവരെ എനിക്ക് കാണാൻ കൊതിയാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന സ്വഹാബത്തിനു ശേഷം വന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങളെ, ഇനി വരാനുള്ളവരെയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ കൊതിക്കുന്നു. അവിടത്തേക്ക് ഇഷ്ടമായിരുന്നു തന്റെ ഉമ്മത്തിലെ ഓരോരുത്തരെയും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിന്റെ 36-ാമത്തെ ആയത്തിൽ ഇങ്ങനെ ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞ വചനമാണ്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ, തീർച്ചയായും ഈ വിഗ്രഹങ്ങള് മനുഷ്യരിൽ നിന്ന് വളരെ പേരെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നീ. എന്നെ ആര് പിന്തുടരുന്നുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി. എന്നെ ആര് ധിക്കരിക്കുന്നുവോ ഫഇന്നക ഗഫൂറുർ റഹീം. പടച്ചോനെ, നീ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ തന്റെ സമുദായത്തെ കുറിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാണ്. അതിനുശേഷം സൂറത്തുൽ മാഇദയിലെ 118-ാമത്തെ വചനം ഓതുകയാ. ആ വചനത്തിൽ ഈസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെ കുറിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞ വാക്കുകളാ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക
നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവര് നിന്റെ ദാസന്മാരാ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണ് റബ്ബേ പ്രതാപിയും യുക്തിമാനും. ഈസാ നബി അലൈഹിസ്സലാമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും തങ്ങളുടെ ജനങ്ങളെ കുറിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഫഅ യദൈഹി, അവിടുത്തെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഫഖാൽ, അവിടുന്ന് പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബകാ. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബേ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാഹ്, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്തായിരിക്കും അല്ലാഹ്. റസൂൽ ഇങ്ങനെ കരയുന്ന അവസരത്തിൽ ഫഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ വറബ്ബുക അഅലമു ഫസൽഹു മാ യുബ്കീക. ജിബ്രീലേ മുഹമ്മദിന്റെ അരികിലേക്കൊന്ന് ചെല്ല്, എന്തിനാണ് കരയുന്നത് എന്നൊന്ന് ചോദിക്ക്. റബ്ബിനറിയാം ആ വിഷയം, എന്നാലും ഒന്ന് ചോദിക്ക് എന്തിനാ കരയുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വരുന്നു. റസൂലുള്ളാഹിയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഉമ്മത്തിനെ കുറിച്ച് നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും എന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമയോട് റബ്ബ് പറയുന്നു ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ അരികിലേക്ക് ചെല്ല് ജിബ്രീൽ. ഫഖുൽ, എന്നിട്ട് പറഞ്ഞു ഇന്നാ സനുർദീക ഫീ ഉമ്മതിക, സമുദായത്തിന്റെ കാര്യത്തിൽ താങ്കളെ നാം തൃപ്തിപ്പെടുത്തുന്നതാണ്. വലാ നസൂക, ഒരിക്കലും താങ്കളെ നാം ആ വിഷയത്തിൽ പ്രയാസപ്പെടുത്തുകയില്ല. ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ല. ഉമ്മത്തിന്റെ കാര്യത്തിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു തരും പ്രവാചകരെ. ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട ആയത്ത് ഓതിയിട്ട് തന്റെ ഉമ്മത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെ കാണുന്നത്. ഈ ഉമ്മത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമായിരുന്നു നമ്മുടെ പ്രവാചകന് നമ്മോട് ഉണ്ടായിരുന്നത് എന്നറിയുമോ നിങ്ങൾക്ക്? ഇനിയും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥന ഇഹലോകത്ത് വെച്ച് തന്നെ പ്രാർത്ഥിച്ച് ഉത്തരം നേടിക്കഴിഞ്ഞു. എന്നാൽ വഇന്നീ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് യഖ്തബതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ, എന്റെ ആ പ്രാർത്ഥന ഞാനിതാ നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദിക്കാനുള്ള
അവസരത്തിലേക്ക് ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെച്ചു. ഭൗതികമായ ജീവിതത്തില് പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന തന്റെ പക്കൽ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ അതൊന്നും പ്രാർത്ഥിച്ച് ഈ ഭൗതിക ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ തയ്യാറാവാതെ നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന്റെ പ്രയാസം പരിഹരിക്കാൻ ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെച്ചിരിക്കുകയാ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം നമ്മെ സ്നേഹിച്ചിരുന്നു. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്ന് കേവലം ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിലുള്ള നമ്മുടെ ഒരു നിർബന്ധിത ബാധ്യതയായി പറയുക മാത്രമല്ല, ആ റസൂൽ തിരിച്ച് നമ്മെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്നതാണ് ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള കാരണം. ആ റസൂല് തന്റെ അനുയായികളെ ഏറെ സ്നേഹിച്ചിരുന്നു. ചരിത്രത്തിൽ ഒരാൾക്കും തങ്ങളുടെ അനുയായികളെ അത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല, ഒരാൾക്കും ഇനി കഴിയുകയുമില്ല. അത്രമാത്രം തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് ആ റസൂലിനെ നമ്മൾ തിരിച്ചു സ്നേഹിക്കണം. ഭൗതികമായ ലോകത്ത് പട്ടിണി കിടന്ന മാസങ്ങളോളം നമുക്കറിയാമല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകള്, അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല മാസങ്ങളോളം, അല്ലേ? ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ എത്ര യാതനകൾ സഹിച്ച്, പട്ടിണിയെ സഹിച്ച് അവര് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പ്രാർത്ഥനയുണ്ട്, ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള ഒരു പ്രാർത്ഥന ഇല്ല. ഇതിനേക്കാൾ വലിയ ഒരു പ്രയാസം, എനിക്ക് വന്നതിനേക്കാൾ വലിയ ഒരു പ്രയാസം എന്റെ ഉമ്മത്തിന് നാളെ വരാനുണ്ട് ആഖിറത്തില്. ആ പ്രയാസത്തിൽ നിന്ന് പരിഹരിക്കാൻ തന്റെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് നമ്മോടും അല്ലാഹ് പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ ലോകത്ത് നിങ്ങൾക്ക് ആരോടൊക്കെ ഇഷ്ടമുണ്ടോ, എന്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ, അതിനേക്കാളേറെ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളെ പ്രവാചകനെയും നിങ്ങൾ സ്നേഹിക്കണം, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ വെളിച്ചത്തിൽ അത് കൃത്യമായി പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാകുന്നത് എപ്പോഴാണെന്നറിയുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ മനുഷ്യരെക്കാൾ എന്നോട് എപ്പോഴാണോ സ്നേഹമുണ്ടാകുന്നത് അപ്പോഴാണേ നിങ്ങൾ മുഅ്മിനാകുന്നത്. ഇത് അല്ലാഹു വെച്ച ഒരു കണ്ടീഷനാണ്. കാരണം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ റസൂല് എല്ലാത്തിനേക്കാളും ഉപരിയായി തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മത്ത് എന്തു ചെയ്യണം? എല്ലാവരേക്കാളും ഉപരിയായി തന്നെ സ്നേഹിക്കണം. ഇത് റബ്ബ് പഠിപ്പിച്ചതാ. അല്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്നെ കഴിഞ്ഞാൽ മറ്റൊന്നിനേക്കാളും എനിക്ക് അങ്ങയോടാ മഹബ്ബത്തുള്ളത്, അങ്ങയോടാ ഇഷ്ടമുള്ളത്. അപ്പൊ വഹയിന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയാനില്ല,
ഉമറേ പാടില്ല. വല്ലദീ നഫ്സീ ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. അല്ലാഹുവാണ് സത്യം, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഉമറേ ഈമാൻ പരിപൂർണമാകുന്നത്, നീ ഒരു വിശ്വാസിയായി തീരുന്നത്, അല്ലെങ്കിൽ നിന്റെ മേല് അതാണ് നിർബന്ധമായി തീരുന്നത്. നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഉമറേ ആ നിർബന്ധമായ സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നത്. ആ സമയത്തങ്ങ് റസൂലുള്ള ഇതങ്ങ് പറയേണ്ട താമസം ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെയാണ് കാര്യമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് ഉമർ അങ്ങ് പറയുമ്പോ എന്റെ ശരീരത്തെക്കാൾ കൂടുതൽ അങ്ങയോടാ നബിയേ എനിക്ക് സ്നേഹമുള്ളത്. സ്വഹാബത്തിന് പിന്നെ നമ്മെ പോലെ ഈ ആയത്തുകളോ ഹദീസുകളോ കാണാതെ കേൾക്കാതെ തന്നെ ജീവിതം കൊണ്ട് അനുഭവിച്ചവരാ ആ റസൂലുള്ളാഹിന്റെ സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ ശരീരത്തെക്കാൾ കൂടുതൽ അങ്ങയോടാ എനിക്ക് സ്നേഹമുള്ളത്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് താങ്കൾ ആ നിർബന്ധിതാവസ്ഥ പൂർത്തീകരിച്ചത്, ഇപ്പോഴാണ് വാജിബ് പൂർത്തിയായത്. അപ്പൊ സ്വന്തം ശരീരത്തെക്കാൾ ലോകത്തുള്ള ആരെക്കാളും എന്തിനേക്കാളും കൂടുതൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ഇത് ആയത്തിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിച്ച വിഷയമാണ്. അവിടുന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, പ്രവാചകരെ ജനങ്ങളോട് പറയുക, നിങ്ങളുടെ പിതാക്കളേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളേക്കാൾ, നിങ്ങളുടെ ഇണകളേക്കാൾ, കൂട്ടുകുടുംബങ്ങളേക്കാൾ, അതുപോലെ തന്നെ മാന്യം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കച്ചവടത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടിനേക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഈ പറയപ്പെട്ട വസ്തുക്കളെക്കാൾ, ആളുകളെക്കാൾ നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതത്തെയും നിങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിനെയും റസൂലുള്ളാഹിനെയും ഇസ്ലാം ദീനിനെയും ഇഷ്ടപ്പെടാൻ ഒരുക്കമല്ലെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾക്ക് റബ്ബ് ഹിദായത്ത് നൽകുകയില്ല. ആരാ ഫാസിഖ്? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ. സഹോദരങ്ങളെ, തന്നെ ഇത്രമാത്രം സ്നേഹിച്ച പ്രവാചകനെ നമുക്ക് നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഹിദായത്ത് എന്ന സൗഭാഗ്യം ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാ. കല്ലേറുകൾ കിട്ടിയപ്പോ, കൂക്കുവിളികൾ കേട്ടപ്പോ
അതുപോലെ തന്നെ കൊലപ്പെടുത്താൻ പോലും ശത്രുക്കൾ ശ്രമം നടത്തിയപ്പോ അവിടെയൊന്നും അല്ലാഹുവിന്റെ റസൂല് ഈ ദൗത്യം അവസാനിപ്പിക്കാതെ എന്തൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും വഹയിന്റെ സന്ദേശങ്ങൾ നമുക്ക് കൃത്യമായി പകർന്നു തരാൻ അല്ലാഹുവിന്റെ റസൂല് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എന്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കാൻ തയ്യാറാവാത്ത ഏതൊരാളും ഫാസിഖാണ്, അവൻ ഹിദായത്ത് അവനില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല, സംശയമില്ല. അത് ഈമാനിന്റെ ഭാഗമായി കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ ഈമാനിന്റെ മാധുര്യമുണ്ട്. ഈമാനിന്റെ മാധുര്യമുണ്ട്. അതിലൊന്നെന്താണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് എന്തിനേക്കാളും ആരെക്കാളും കൂടുതലായി അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നതാണ്. അപ്പൊ സ്നേഹിക്കുന്ന ഒരാൾക്കാണ് ഈമാൻ ഉള്ളത്. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. മാത്രമല്ല, ആഖിറത്തിലേക്ക് എത്തുമ്പോ സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ വസിക്കാൻ കഴിയുക എന്നത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് സത്യത്തിൽ സ്വഹാബത്താണ്, അല്ലേ? ജീവിതത്തിൽ അവർക്ക് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിലും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിലും ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാര് സ്വഹാബത്തു തന്നെയാ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ സാധിച്ചവരാണ്, ആ പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ സാധിച്ചവരാണ്, ആ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചവരാണ്, ആ പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ, ആ പ്രവാചകൻ ഇമാമതം അതിന്റെ പിന്നിലെ മഅ്മൂമുകളായി നിന്ന് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അതിനോളം വലിയ ഭാഗ്യം ലോകത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ഭാഗ്യം നമുക്ക് ഇഹലോകത്ത് സാധ്യമല്ലെങ്കിലും നാളെ ആഖിറത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ വസിക്കാനുള്ള ഭാഗ്യം നമുക്ക് വേണ്ടേ? മഹാനായ ദുൽഖുവൈസിറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാതെ തിരിച്ചൊരു ചോദ്യം അങ്ങ് ചോദിച്ചു, അതിനു വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാളങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ യൗമുൽ ഹിസാബല്ലേ, പിന്നെ സ്വർഗ നരകങ്ങളിലേക്കുള്ള വേർതിരിവല്ലേ, ആ ലോകത്തേക്ക് നീ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നങ്ങ് ചോദിച്ചപ്പോ മഹാനായ ദുൽഖുവൈസിറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ ശൈഅ, കാര്യമായി ഒന്നും എന്റെ പക്കലില്ല, ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ എന്റെ റബ്ബിനെയും എന്റെ പ്രവാചകനെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ എന്നങ്ങ് മഹാനായ സ്വഹാബി പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കുണ്ട്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കും നാളെ നീ ഉണ്ടാവുക. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് അങ്ങ് കേട്ടപ്പോ
فما فرحنا بشيء بعد الإسلام فرحنا بقول النبي إنك مع من أحببت. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ വാക്കിനോളം ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറെ ഒരു വാക്കുമില്ല. നാളെ റസൂലുള്ളാന്റെ കൂടെ സ്വർഗ്ഗത്തിലും ഞങ്ങൾക്ക് വസിക്കാനുള്ള ഭാഗ്യം കിട്ടാനുള്ള കാരണത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ്? അവിടുത്തെ ആര് സ്നേഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അവര് ആ റസൂലുള്ളാന്റെ കൂടെയായിരിക്കും നാളെ ആഖിറത്തിലും ഉണ്ടാവുക. അല്ലേ? സ്വർഗത്തില് ആ റസൂലുള്ളാനെ കണ്ട് ആ റസൂലുള്ളാന്റെ കൂടെ വസിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ റസൂലുള്ളാനെ സ്നേഹിക്കണം. അപ്പൊ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, റസൂലുള്ളാനെ സ്നേഹിക്കണം എന്ന വിഷയം ഈമാനിന്റെ ഭാഗമായി ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. ആ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല, അനിവാര്യമായ ഒന്നാണ്. പക്ഷേ ഇനി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആ പ്രവാചകനെ എങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? സഹോദരങ്ങളെ, ആ സ്നേഹമെന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഒതുങ്ങേണ്ടതാണോ? ഒരിക്കലുമല്ല. എങ്ങനെ സ്നേഹിക്കണം? എന്താണ് പ്രവാചക സ്നേഹം? ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഹബ്ബുർ റസൂൽ എന്ന ബാനർ വെച്ച് അതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. ശിർക്കിന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ഹുബ്ബുർ റസൂലായി ഇന്ന് സമുദായം മനസ്സിലാക്കി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ സാഹചര്യം മുന്നിലുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, റസൂലുള്ള ഈ ഹദീസുകളെല്ലാം പറഞ്ഞപ്പോ പ്രവാചകന്റെ വചനങ്ങളൊക്കെ ആദ്യം കേട്ടുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബത്തില്ലേ, അവരെങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു അതുപോലെ തന്നെ നമ്മളും സ്നേഹിക്കുക. സ്വഹാബത്തിന്റെ വിഷയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? ഫഇന്നഹു മൻ യഅ്ശു മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ. മഹാനായ ഇർബാദ് ഇബ്നു സാദിയ റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചപ്പോ ആ സംസാരം കേട്ട് സ്വഹാബത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുക, ഖൽബ് പടക്കുക. ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു വിട പറയുന്നവന്റെ സംസാരം പോലെയുണ്ടല്ലോ. അങ്ങ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആ രൂപത്തിലുള്ള ഒരു സംസാരം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു റസൂലേ. ഞങ്ങളോട് വല്ല വസിയ്യത്തും അങ്ങേക്ക് പറയാനുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കാലശേഷം നിങ്ങൾക്കിടയിൽ പല വിഷയങ്ങളിലും ഇഖ്തിലാഫ് കടന്നു വരും, അഭിപ്രായ ഭിന്നതകൾ കടന്നു വരും. ആ ഭിന്നതകൾ കടന്നു വരുമ്പോ സ്വീകരിക്കേണ്ട, പരിഹരിക്കപ്പെടേണ്ട മാർഗം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞില്ല, ഫഅലൈക്കും ബിസുന്നതി, ആ സമയത്ത് നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങണം. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞ വല്ല വാക്കുകളുമുണ്ടോ, എന്റെ പ്രവർത്തനങ്ങളുണ്ടോ, എന്റെ മൗനാനുവാദങ്ങളുണ്ടോ, നിങ്ങൾ പരിശോധിക്കണം. അവിടെ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വസുന്നത്തിൽ ഖുലഫാഇ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ,
സച്ചരിതരായ സ്വഹാബത്തിന്റെ മാർഗം നിങ്ങൾ പരിശോധിക്കണം. ആ വിഷയത്തിൽ സ്വഹാബത്തിന്റെ പ്രവർത്തനം എന്താണ്, അവരുടെ വാക്കുകൾ എന്താണ്, അവരുടെ നിലപാടെന്താണ്, ആ വിഷയത്തിൽ നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ ഹദീത്തിൽ നിന്ന്, സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ എന്താണോ മനസ്സിലാക്കുന്നത്, അത് അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിച്ചോ. അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പലരും പല നിലക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കും. ഒരു നിലക്കും ആരൊക്കെ എന്തു പറഞ്ഞാലും ശരി, എന്ത് നഷ്ടപ്പെട്ടാലും ശരി, ഈ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചേർത്തി പറഞ്ഞു, വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, പുതിയതായി വല്ലതും ആരെങ്കിലും കടത്തി കൂട്ടിയാൽ അതും നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, പുതുതായി കടന്നു വരുന്ന സർവ്വതും നിങ്ങളെ പഴപ്പിക്കുന്നതാ, ളലാലത്തിന്റെ വഴിയാ, ളലാലത്ത് നരകത്തിലേക്കുള്ളതാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്നത് സ്വഹാബത്തിൽ നിന്ന് പഠിക്കണമെന്ന് റസൂലുള്ളയാണ് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചവര് സ്വഹാബത്ത്, അവരെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ലോകത്തൊരാൾക്കും സ്വഹാബത്തിനോളം പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള എങ്ങനെ സ്വഹാബത്തിനെ സ്നേഹിച്ചു, അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വഹാബത്ത് സ്നേഹിച്ചത് ഒന്ന്, സ്വന്തം ശരീരത്തേക്കാൾ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ സ്നേഹിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഇന്ന് നമുക്കത് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവർ സ്നേഹിച്ചവരായിരുന്നു. സ്വന്തം ശരീരത്തിലേക്ക് എന്ത് ദുരിതങ്ങൾ വന്നാലും, എന്ത് വേദനകൾ വന്നാലും, എന്തൊക്കെ നേരിടേണ്ടി വന്നാലും റസൂലുള്ളാഹിന്റെ ശരീരത്തില് ഒരു പോറിൽ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലക്ക് റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബത്ത്. അതിന്റെ ഉദാഹരണമാണ് ഹിജ്റ പോകുന്ന സന്ദർഭത്തില് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ശത്രുക്കൾ കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും അലി റളിയല്ലാഹു അൻഹു കിടക്കാൻ തയ്യാറായില്ലേ? റസൂലുള്ളാഹിക്ക് പകരം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ഹിജ്റ പോകുന്ന സമയത്ത് കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ ആക്രമണം ഭയന്ന് റസൂലുള്ളാഹിന്റെ 4 ഭാഗത്തും മാറി മാറി നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുമ്പോൾ ആദ്യം വലതു ഭാഗത്ത് കുറച്ചു നേരം നിൽക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് നിൽക്കുന്നു, പിന്നെ മുന്നിലേക്ക് നിൽക്കുന്നു, പിന്നെ പിന്നിലേക്ക് നിൽക്കുന്നു. എന്റെ ശരീരത്തിൽ എന്ത് തറച്ചാലും പ്രശ്നമില്ല, പക്ഷേ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ വിധത്തിൽ റസൂലുള്ളാഹിനെ അവരങ്ങനെ സ്നേഹിച്ചവരായിരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഉഹുദിന്റെ ആ യുദ്ധഭൂമിയില് അതിന്റെ തുടക്കത്തിലതാ മുസ്ലിമീങ്ങൾക്ക് ഒരൽപ്പം ക്ഷീണം നേരിട്ട അവസരത്തില് എല്ലാവരും അതാ പിന്തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യത്തില് ശത്രുക്കളതാ റസൂലുള്ളാഹിന്റെ നേരെ പാഞ്ഞു വരുന്ന അവസരത്തില് അതാ പ്രവാചകന്റെ ചുറ്റും സ്വഹാബത്ത് നിൽക്കുമ്പോ അതേ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കുമ്പോ
അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണോ? അതാണ് തുൽഹാ റളിയല്ലാഹു അൻഹു. കാരണം എന്താണെന്നറിയുമോ? റസൂലുള്ളാന്റെ മുമ്പിൽ അങ്ങ് നിൽക്കുകയാണ്. റസൂലുള്ളാന്റെ ശരീരം അതാ ലക്ഷ്യം വെച്ചുകൊണ്ട്, റസൂലുള്ളാന്റെ ശരീരം ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പയ്യാ നിൽക്കുന്ന ശത്രുവിന്റെ മുന്നിലേക്ക് തുൽഹാ റളിയല്ലാഹു അൻഹു വന്ന് നിന്ന് കൊടുക്കുമ്പോ അമ്പുകൾ ഓരോന്ന് വന്ന് തറക്കുന്നത് റസൂലുള്ളാന്റെ ശരീരത്തിലല്ല, എല്ലാം സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങുകയാണ്. 80-ൽ പരം വെട്ടുകളും മുറിവുകളുമായിരുന്നു തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചില്ലേ, ഒരു അമ്പ് വന്ന് നെഞ്ച് തറച്ചപ്പോ വേദന കൊണ്ട് മാറി നിൽക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് തുൽഹാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഞാനങ്ങ് വേദന കൊണ്ട് മാറി നിന്നാൽ രണ്ടാമത്തെ അമ്പ് വന്ന് തറക്കുക റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്കായിരിക്കുമല്ലോ, അത് എനിക്ക് ഇതിനേക്കാൾ വലിയ വേദനയുള്ളതല്ലേ. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം ഞാൻ അങ്ങ് ഏറ്റുവാങ്ങി എന്ന് തുൽഹാ റളിയല്ലാഹു അൻഹു പറയുമ്പോ, സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബത്തുണ്ട്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ ഇന്ന് നമുക്ക് സാധ്യമല്ല. കാരണം ഇന്ന് റസൂൽ നമ്മുടെ കൂടെയില്ല. അവിടുന്ന് അതാ ഹിജ്റ 11 റബീഉൽ അവ്വലിന്റെ 12ന്റെ ദുഹാ സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ റസൂലുള്ളാഹിനെ നമുക്ക് സ്നേഹിച്ച് നാളെ ആഖിറത്തിൽ ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ വസിക്കാൻ സാധിക്കണമെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവര് റസൂലുള്ളാഹിനെ സ്നേഹിച്ച മറ്റൊരു വശമുണ്ട്. അത് എക്കാലഘട്ടത്തിലുള്ള വിശ്വാസികളും സ്വീകരിക്കേണ്ട രൂപമാണ്. ഏതാണ്? നമുക്കവിടെ വായിക്കാൻ സാധിക്കും, സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹിന്റെ ശരീരത്തെ അവര് സംരക്ഷിച്ചില്ലേ, ഇതേ രൂപത്തിൽ തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കാത്ത വിധത്തിൽ റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അവിടുന്ന് എന്ത് പ്രവർത്തിക്കാൻ പറഞ്ഞോ അത് പ്രവർത്തിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിരോധിച്ചോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ച ഒരു രൂപമതാ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നു. അതല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അതല്ലേ ഉമ്മമാരെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. അതല്ലേ യുവാക്കളെ ഖുബൈബ് ഇബ്നു അർറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവര് മർദ്ദിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കിക്കൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി ക്രൂരമായി മർദ്ദിക്കുമ്പോ രക്ഷപ്പെടാനുള്ള വഴികളതാ ശത്രുക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ ശത്രുക്കൾ പറഞ്ഞില്ലേ, ലാത്തയെ വിളിക്കാൻ, ഉസ്സയെ വിളിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതല്ലേ പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹയല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഹക്കിന് എതിരാകുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ശത്രുക്കൾ ക്ഷണിക്കുന്നത്. ലാത്തയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കാണ്.
ആ ശിർക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ലാ തുശ്രിക് ബില്ലാഹി ശൈആ വഇൻ ഖുത്തിഅത ഔ ഹുർരികത. ആളുകൾ നിന്നെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചു മാറ്റിയാലും തീക്കുണ്ടാരത്തിലിട്ട് കരിച്ചു കൊന്നാലും റബ്ബിലൊരിക്കലും പങ്കു ചേർക്കല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലാത്തയെ വിളിക്കാൻ പറയുമ്പോ, റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ ശത്രുക്കൾ ആവശ്യപ്പെടുമ്പോ, അഹദ് എന്റെ റബ്ബാണ്, അല്ലാഹയാണ്, അല്ലാഹയാണ്, അഹദായ ഒരുവനായ എല്ലാത്തിലും ഏകനാണ് എന്റെ റബ്ബ്. എന്റെ പ്രാർത്ഥനകൾ എന്റെ റബ്ബിലേക്കാ, എന്റെ നേർച്ചകൾ എന്റെ റബ്ബിലേക്കാ. ആ റബ്ബിനല്ലാതെ ഒരു ഇബാദത്തും ഞാൻ ചെയ്യില്ലെന്ന് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതും അതാ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ശരി റസൂലുള്ളാഹി പഠിപ്പിച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് പിറകോട്ടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടില്ലേ? ഇരുമ്പിന്റെ ശൂലം ഇങ്ങനെ ശത്രുക്കളെ ചുട്ടുപഴുപ്പിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കാൻ പൊക്കിപ്പിടിച്ച കാഴ്ച കാണുന്നുണ്ട്. അത് ശരീരത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. എപ്പോഴും പതറുന്നില്ല. അപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന ആ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ സത്യത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തെ കുറിച്ചും ചിന്തിക്കുക പോലും ചെയ്യാതെ അതാ രക്തസാക്ഷിയായി പോയ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയില്ലേ, അതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഏത് വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിധി പറഞ്ഞിട്ടുണ്ടോ ആ വിധി മനസ്സിൽ ഒരു വിഷമവും തോന്നാതെ അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുന്നതുവരെ അവർ വിശ്വാസികളല്ല. റസൂലുള്ളാഹി കൽപ്പിച്ച കൽപ്പന അത് ഏത് വിഷയത്തിലങ്ങ് കേൾക്കേണ്ട താമസം. അത് കേൾക്കുമ്പോ മനസ്സിലൊരു വിഷമമോ ഒരു വെറുപ്പോ ഒരു നീരസമോ ഇല്ല. അതങ്ങ് കേൾക്കേണ്ട താമസം അതാ അതിനങ്ങ് വഴങ്ങിപ്പോകുന്നവരാണ് പ്രവാചക സ്നേഹികളെന്ന് പറഞ്ഞാൽ. ഉഹുദിന്റെ രണഭൂമിയിൽ ഹംസ റളിയല്ലാഹു അൻഹു ക്രൂരമായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ തന്റെ കൂടപ്പുറപ്പിന്റെ മരണവാർത്തയറിഞ്ഞ സഫിയ റളിയല്ലാഹു അൻഹ ഓടി വരുമ്പോ അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുടെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഉമ്മയതാ ഓടി വരുന്നു, ഉമ്മയെ തടുത്തു നിർത്തിക്കോ. ഉമ്മാക്ക് ആ രംഗം കണ്ടു നിൽക്കാൻ കഴിയില്ല. ഉമ്മാനെ മനസ്സ് പൊട്ടി പോകുന്ന വിധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ശത്രുക്കൾ വികൃതമാക്കിയിട്ടുണ്ട് മോനെ. അതുകൊണ്ട് ഉമ്മയെ നീ തടുക്കണമെന്ന് പറയുമ്പോ ഓടി വരുന്ന സഫിയ റളിയല്ലാഹു അൻഹയെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് തടുത്തു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഉമ്മ അവിടേക്ക് പോകല്ല എന്ന് പറയുന്നുണ്ട്. ഉമ്മ പറയുന്നുണ്ട്, മോനെ എന്റെ കൂടപ്പുറപ്പിന്റെ മുഖമെന്ന് അവസാനമായി ഒരു നോക്ക് ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല സഫിയ റളിയല്ലാഹു അൻഹയെ.
സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തന്നിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന ഉമ്മയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഉമ്മ അവിടേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നത് പ്രവാചകന്റെ വാക്കാണ് ഉമ്മ. പിറകിൽ നിന്ന് മകൻ വിളിച്ചു പറയുന്നതങ്ങ് കേട്ടപ്പോ സഫിയ റളിയല്ലാഹു അൻഹാ ആരും പിടിച്ചു നിർത്താതെ നിന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളോട് പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനമെന്ന് പറയുന്നത്. പിടിച്ചു നിർത്തിയിട്ട് നിൽക്കാത്ത ഉമ്മ നിന്നു പോകുന്നത് എപ്പോഴാണെന്നറിയുമോ? പോകാൻ പാടില്ലെന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയാ എന്നങ്ങ് കേട്ടപ്പോഴാണ്. കാരണം ഈ ഭൗതികമായ ലോകത്ത് മാത്രമല്ല, നാളെ ആഖിറത്തിലും അവർക്ക് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കണമെന്ന് കൊതിയുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ലേ, എന്തിനാണ് സൗബാനെ സങ്കടപ്പെടുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലേ, അങ്ങ് ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ, ആ ലോകത്ത് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ. ആ സങ്കടമാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് പറയാൻ വാക്കുകളില്ല. അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 69ാമത്തെ വചനവുമായി കൊണ്ട് വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിരുപാധികം അനുസരിക്കുന്നുവോ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അവര് നാളെ അല്ലാഹ് അനുഗ്രഹിച്ച അംബിയാഇന്റെ കൂടെയാ, ശുഹദാഇന്റെ കൂടെയാ, സിദ്ദീഖീങ്ങളുടെ കൂടെയാ, സാലിഹീങ്ങളുടെ കൂടെയാ. വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് എത്ര നല്ല കൂട്ടുകാരാ ഇവരെന്ന ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് വല്ലാതെ സന്തോഷിച്ചില്ലേ. അതുകൊണ്ട് തന്നെയാ ഒരു വിഷയത്തിലും റസൂലുള്ളാഹിക്ക് ധിക്കാരം അവരിൽ ഉണ്ടായിട്ടില്ല. ഏത് കൽപ്പന വന്നപ്പോഴും അനുസരിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് റസൂലുള്ളാഹിനെ നമ്മളും സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരിക. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം രാത്രി സമയത്തതാ ബെഡിലേക്ക് തന്നെ അഭയം പ്രാപിക്കുന്ന സമയം വരെ ജീവിതത്തിന്റെ എന്തെല്ലാം മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുവോ, ഇസ്ലാം ഇടപെടാത്ത ഒരു മേഖല ഈ ലോകത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല. അല്ലാഹ് പറഞ്ഞതല്ലേ, എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ കൽപ്പനകളുണ്ട്, റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ച് പകർത്തി ജീവിക്കുമ്പോഴാണ് ആ റസൂലിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹിക്ക് എതിരാകുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടും ധിക്കരിക്കുന്നവരായി നമ്മൾ പോകുന്നുവെങ്കിൽ മക്കയിലെ റസൂലുള്ളാഹിനെ മർദ്ദിച്ച അബൂജഹലില്ലേ, ഉത്ബത്തില്ലേ, ശൈബത്തില്ലേ, അവരുടെ കൂടെയായി ആഖിറത്തിലേക്ക് നാളെ നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയെ കുറിച്ച് ഓർക്കണേ. കാരണം എന്താണെന്നറിയുമോ? ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
ഇതാ ഈ സെക്കൻഡിലങ്ങ് മരണം സംഭവിച്ചാൽ ബർസഖി ലോകത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലാഹു. ഖബറിനകത്ത് റസൂലുള്ളാഹിനെ കാണിക്കപ്പെടുമ്പോ മലായികത്ത് ചോദിക്കുന്നുണ്ട്, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ വ്യക്തിയെ കുറിച്ച് നിന്റെ ഇൽമെന്താ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ വ്യക്തിയെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങള് ഓരോ വിഷയത്തിലും എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ച ഒരാളായിട്ടാണ് ബർസഖി ലോകത്തേക്ക് നമ്മൾ എത്തിയതെങ്കിൽ റസൂലുള്ളാഹിനെ കാണുമ്പോഴേക്ക് നമ്മുടെ ആദരങ്ങൾ അങ്ങ് സംസാരിച്ചു പോകുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫഅജബ്നാ വആമന്നാ വത്തബഅനാ. പെട്ടെന്നങ്ങ് മറുപടി വരിക. പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്? മുഹമ്മദ് നബിയാണല്ലോ ഇത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളുമായി ഞങ്ങളിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രവാചകനാ. ആ പ്രവാചകന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകി. ആ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിച്ചു. ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാ ജീവിച്ചത്. റോൾ മോഡലായി നടീനടന്മാർക്ക് പിന്നെയല്ല, രാഷ്ട്രീയ മേലാളന്മാർക്ക് പിന്നാലെയല്ല, കായിക താരങ്ങൾക്ക് പിന്നാലെയല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. അല്ലാഹുവിന്റെ റസൂലിനെയാണ് റോൾ മോഡലായി ഞങ്ങൾ സ്വീകരിച്ചത്. വേഷവിധാനത്തിന്റെ കാര്യത്തിലും, കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളിലും, കാതുകൊണ്ട് കേൾക്കുന്ന വാക്കുകളിലും, നാവുകൊണ്ട് ഉച്ചരിക്കുന്ന സംസാരങ്ങളിലും, മനസ്സിന്റെ ചിന്തകൾ പോലും ആ റസൂലുള്ള പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോകാതെ ഏത് കാര്യത്തിലും റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിച്ചവരാ ഞങ്ങള്. അങ്ങനെയുള്ള ആളുകള് റസൂലുള്ളാഹിനെ തിരിച്ചറിയും. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടിട്ടും ഖബറിനകത്ത് കാണാത്തവനാണ്, അറിയാത്തവനാണ് അബൂജഹല്. റസൂലുള്ളാഹിനെ ജീവിതകാലത്ത് ഒരുപാട് കണ്ടവനല്ലേ. ഉത്ബത്തും ശൈബത്തും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലേ? പക്ഷേ ഖബറിനകത്ത് റസൂലുള്ളാഹിനെ കാണുമ്പോ തിരിച്ചറിയുന്നില്ല. അത് മുനാഫിഖിന്റെ അവസ്ഥയും അങ്ങനെയാണ്. മുനാഫിഖ് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ലാ അദ്രി സമിഅതു الناس يقولون شيئا فقلته. ജനങ്ങൾ എന്തൊക്കെയോ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാനും അത് കേട്ടു, ഞാനും അങ്ങനെ പറഞ്ഞുവല്ലാതെ എനിക്ക് വ്യക്തമായി ആരാണെന്നറിയില്ല. ഇത് അബൂജഹലും പറയുന്ന വാക്കാണ്. നമ്മളും പറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹിന്റെ കൽപ്പനകൾക്ക് എതിര് നമ്മളും പ്രവർത്തിച്ചു പോയാൽ അപ്പൊ നമ്മൾ സ്വഹാബത്തിനെ പോലെയല്ല. റസൂലുള്ളാഹിനെ കണ്ട് റസൂലുള്ളാഹിനെ പരിഹസിച്ച് മർദ്ദിച്ച, പ്രവാചകനെ പീഡിപ്പിച്ചിരുന്ന ആ ശത്രുക്കളുടെ കൂട്ടത്തിലായിട്ടാണ് അവിടെ നമ്മൾ എത്തിച്ചേരുന്നത്. അത്ര വലിയ ദുരന്തത്തിലേക്ക് പോകാതെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഇനി സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട മറ്റൊരു വശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഇതും കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും ചെയ്യാത്തവര് പ്രവാചക സ്നേഹികളല്ല. റസൂലുള്ളാഹിനോട് ഒരു സ്നേഹവും ഇല്ലാത്തവരാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. റസൂലുള്ളാഹിനെ മദ്ഹ് പറയൽ ഇഷ്ടപ്പെടാത്തവരാണ്.
എന്നിങ്ങനെ ആരോപണങ്ങൾ സമൂഹത്തിൽ അങ്ങനെ അടിച്ചിറക്കാറുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കില്ലേ, അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചതാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല കാര്യങ്ങളും ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിച്ചവനെയും തള്ളണം, ആ കാര്യത്തെയും നിങ്ങൾ തള്ളണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ വെച്ച് ഒരാളങ്ങ് തുമ്മിയപ്പോ അൽഹംദുലില്ലാഹ് എന്നതിന്റെ കൂടെ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നങ്ങ് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ സമയത്തൊരു സ്വലാത്ത് നിന്നെ ആരാ പഠിപ്പിച്ചത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുത്തൻവാദിയായതുകൊണ്ടല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അയായതുകൊണ്ടല്ല, ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന ആളായതുകൊണ്ടാ ചോദിച്ചത്. റസൂല് പഠിപ്പിക്കാത്തത് ചെയ്തത് കണ്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച അതേ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തില് നമ്മളും സ്നേഹത്തോടുകൂടി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി 23 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 22 റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടില്ലേ? അവിടുന്ന് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലില് ഇന്ന് എന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് പ്രത്യേകമായ വല്ല ആചാരങ്ങളും പ്രത്യേകമായ വല്ല ദിക്റുകളും പ്രത്യേകമായി വല്ല മധുര പലഹാരങ്ങളും നൽകിയതായി വേണ്ട എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായിട്ട് കാണാൻ സാധ്യമാണോ? ഒരിക്കലും അങ്ങനെ ഒന്നില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി 2.5 വർഷം ഭരണം നടത്തിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം ഭരണം നടത്തിയില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തിയില്ലേ? അലി റളിയല്ലാഹു അൻഹു 3 വർഷം ഭരണം നടത്തിയില്ലേ? ഈ കാലഘട്ടങ്ങളിൽ അവർ ഏതെങ്കിലും വിധത്തിൽ ഒരു പെർമിഷൻ ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നൽകിയതായി ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആർക്കും ഇന്നേ വരെ തെളിയിക്കാൻ സാധ്യമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ അവിടുത്തെ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയും അതാ 48 വർഷം ജീവിച്ചില്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 വർഷം ജീവിച്ചില്ലേ? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 വർഷം ജീവിച്ചില്ലേ? ഹഫ്സ റളിയല്ലാഹു അൻഹ 35 വർഷം ജീവിച്ചില്ലേ? സൗദ റളിയല്ലാഹു അൻഹ 13 വർഷം ജീവിച്ചില്ലേ? ഇവരാരും ഈ ജീവിത കാലയളവിൽ ഒരിക്കൽ പോലും ആഘോഷിക്കാത്ത ഒരു ആഘോഷം എങ്ങനെയാണ് ഇസ്ലാമില് ബലിപെരുന്നാളിനേക്കാൾ അല്ലെങ്കിൽ പെരുന്നാളുകളേക്കാൾ വലിയ ആഘോഷമായി മാറുന്നത്? റസൂലുള്ളാഹിനെ പ്രസവിച്ച രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയാക്കപ്പെട്ട രാവായി എങ്ങനെയാണ് മാറുന്നത്? ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഈ ഒരു വാദം, ഈ ആഘോഷത്തിന് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മഹത്വങ്ങൾ നൽകാൻ സാധിക്കുന്നു? ഇത് നിർവഹിക്കാത്തതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പ്രവാചക വിരോധികളാണ് റബീഉൽ അവ്വൽ മാസം വന്നാൽ പിശാചിനും മുജാഹിദുകൾക്കും കണ്ണീരാ എന്നിങ്ങനെ പറയാറുള്ളത് അല്ലേ? പക്ഷേ കണ്ണീരാണ് സത്യത്തിൽ, പിശാചിനില്ല. പിശാചിന് സന്തോഷ. കാരണം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയമെന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ വരുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സ് പടക്കും. മദീന ഇരുട്ടിലായ കാലമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതേ എന്റെ റസൂൽ വഫാത്ത എന്ന് പറയുന്നവന്റെ തല ഞാൻ വെട്ടുമെന്ന് സങ്കടം കൊണ്ട് പൊട്ടിത്തെറിച്ച സമയമാണ്. ഈ സമയത്ത്
ഈ ആഘോഷങ്ങൾ നടത്തുമ്പോ മുജാഹിദിന്റെ മനസ്സെന്നല്ല, ഈമാനുള്ളവന്റെ മനസ്സ് പടക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സംശയവുമില്ല. കാരണം ഒരു നിലക്കും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു ആഘോഷമാണ്. ഇസ്ലാം ബിദ്അത്തായി പഠിപ്പിച്ച ഒരാഘോഷമായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ബിദ്അത്തിന്റെ അപകടങ്ങൾ വലുതാ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിക്കുമ്പോ അവിടെ ചില ആളുകൾ ഇങ്ങനെ കല്ല് കൊണ്ട് എണ്ണം പിടിക്കുക. അല്ലാഹു അക്ബർ, 100 പ്രാവശ്യം 100 പ്രാവശ്യം തികക്കാൻ കല്ല് കൊണ്ടാ എണ്ണം പിടിക്കുന്നത്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ വാക്കുകളില്ലേ, റസൂലുള്ളാഹിന്റെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ പടച്ചു പോയല്ലോ എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ കൃത്യമായി കേട്ടതല്ലേ. മാതൃകയില്ലാത്ത ഒരു കാര്യമാണ് ദിക്ർ ചൊല്ല. പക്ഷെ കല്ലുകൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കുന്ന രീതി റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതാ. അവര് പറഞ്ഞ മറുപടിയുണ്ട്, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈറാ, ഞങ്ങൾ ഖൈറാണ് ഉദ്ദേശിച്ചത്, നല്ലതല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. ആ ചെയ്ത പ്രവൃത്തിയെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്ര ശക്തമായി എതിർത്തത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത എന്ത് കാര്യമാണെങ്കിലും അത് നല്ലതാണെന്ന് കണ്ടെത്തി ആര് മതത്തിൽ വെച്ചു കെട്ടിയാലും, മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതേ സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, നല്ലതാണെന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും മതത്തിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി ഉമ്മത്തിനെ ചതിച്ചവനാ എന്ന് പറഞ്ഞവനായി തീരും. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി ഉമ്മത്തിനെ ചതിച്ചവനാണെന്ന് പറയാൻ ആർക്കാ സഹോദരങ്ങളെ കഴിയ? അല്ലേ? കഴിയും. ചില ആളുകളെ പിടിച്ച് പടച്ചോനാണ് എന്ന് പറയുന്നവർക്ക് റസൂലുള്ളാഹി കള്ളനാണ് എന്ന് പറയാനൊന്നും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവൂല. പക്ഷേ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതുകൊണ്ട് നല്ലതാണെന്ന് സ്വയം കണ്ടെത്തി നമ്മൾ ഉണ്ടാക്കി മതത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുടെ അപകടങ്ങൾ തിരിച്ചറിയണം നമ്മൾ. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, ഹജബത് തൗബ ഇന്നല്ലാഹ ഹജബത് തൗബത അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു തടയും. ബിദ്അത്ത് ചെയ്യുന്നവന്റെ തൗബ തടയുമെന്നാണ്. ആ ബിദ്അത്ത് ഒഴിവാക്കുന്നതുവരെ അവന്റെ തൗബ തടയപ്പെട്ടുകൊണ്ടിരിക്കും. തൗബ സ്വീകരിക്കൂല. ജീവിതത്തിൽ അരുതായ്മകൾ വന്നു പോയിട്ടുണ്ട്, മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടില്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തുകൾ ഉണ്ടെങ്കിൽ അത് തടയപ്പെട്ടിരിക്കുകയാണ്. ആ ബിദ്അത്തുകൾ ഒഴിവാക്കാത്ത കാലത്തോളം തൗബ സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് വലിയ അപകടമാണ്. പഠിപ്പിക്കപ്പെടാത്ത, സ്വഹാബത്ത് പരിചയമില്ല, റസൂല് പഠിപ്പിച്ചിട്ടില്ല, ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ 3 തലമുറക്കും പരിചയമില്ല ഇത്തരം ഒരു ആഘോഷം. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമികമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും ഈമാനുള്ള ഒരാൾക്കും പങ്കാളികളാവാൻ കഴിയില്ല എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക ഏതെങ്കിലും ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ ചെയ്യുന്ന കാര്യങ്ങളല്ല. ജീവിതത്തിൽ നിന്ന് റൂഹ് പിരിയുവോളം പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നേരത്തെ സ്വഹാബത്ത് കാണിച്ചു തന്നു. നമുക്ക് ഏത് വിഷയത്തിലും അള്ളാന്റെ റസൂൽ എന്തോ പറഞ്ഞ് സമിഅനാ വഅത്വഅനാ, അതിനപ്പുറം വേറൊന്നുമില്ല.
കേട്ടു, അനുസരിച്ചു. ആ നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നാം പ്രവാചക സ്നേഹികളായി മാറുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.